പയ്യന്നൂർ കണ്ടോത്ത് ശ്രീകുറുമ്പ ക്ഷേത്രം നിറയുത്സവത്തിനൊരുങ്ങി. കാർഷിക വിളവെടുപ്പിന് മുന്നോടിയായാണ് നിറ ആഘോഷിക്കുന്നത്. പയ്യന്നൂർ പെരുമാൾ കൊട്ടാരം നിറക്കുന്ന മുഹൂർത്തമാണ് നമ്മൾ കൊണ്ടാടുന്നത്. അത് കർക്കിടക മാസത്തിലെ വാവ് ദിവസം എടുത്ത അവകാശിയായ കണിശൻ ഇതിൻ്റെ മുഹൂർത്തം കുറിച്ചു കൊണ്ടുവരും. കുറിച്ചു കൊണ്ടതിന് ശേഷം നിറക്ക് വേണ്ടുന്ന സാധനങ്ങൾ ഒഴിക്കും. ആല്, അരയാല്, വട്ടപ്പലം, വെള്ളിയില, സൂത്രവള്ളി, നെല്ലി, പൊലുവള്ളി, സൂത്രവള്ളി, കായൽ, അങ്ങനെ 11ഓളം പച്ച ഔഷധ ഇലകളും അത് വായലിയിൽ പൊതിഞ്ഞ് പാത്രത്തുകൊണ്ട് കെട്ടി വെക്കും. തലേന്ന് നിറയെ ദിവസം മുഹൂർത്തത്തിന് മുമ്പായി കതിര് കോത്ത് മുഹൂർത്ത സമയത്ത് നട തുറന്ന് നിറ പൊലി എന്ന് പറഞ്ഞ് എല്ലാ ദിക്കിലും നടക്കും. നമുക്ക് 100-150ഓളം നിറയോലം വേണം. അതിന് വേണ്ടുന്ന കതിര് ഇപ്രാവശ്യം ഞങ്ങൾ തന്നെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം കതിരിന് വിഷമമായതുകൊണ്ട് ഇപ്രാവശ്യം നമ്മൾ തന്നെ ഉണ്ടാക്കി കതിര് ഇവിടെ ഉണ്ട്. കാർഷിക സമൃദ്ധിയുടെ ഗതകാല സ്മരണകളുമായാണ് ക്ഷേത്രങ്ങളിലും വീടുകളിലും നിറയുത്സവം ആഘോഷിക്കുന്നത്. പയ്യന്നൂർ കണ്ടോത്ത് ശ്രീകുറുമ്പ ക്ഷേത്രത്തിൽ 85കാരനായ തെക്കാണ്ടത്ത് കൃഷ്ണനാണ് നിറയോലത്തിനായുള്ള ഇലകൾ ശേഖരിക്കുന്നത്. 56 വർഷമായി കൃഷ്ണൻ തന്നെയാണ് ഇലകൾ ഒരുക്കുന്നത്. വട്ടപ്പലം, ആല്, മാവ്, പ്ലാവ്, നെല്ലി, കായൽ, വെള്ളില, അരയാൽ, സൂത്രവള്ളി, പൊലുവള്ളി, കാഞ്ഞിരം എന്നിവയുടെ ഇലകൾ തെങ്ങിന്റെ പാന്തത്തിൽ ചുറ്റിക്കെട്ടി നിറയോലമുണ്ടാക്കി അതിൽ മുഹൂർത്ത സമയത്ത് നെൽക്കതിർ ചേർത്ത് പൂജാമുറി ഉൾപ്പെടെ പ്രധാന കേന്ദ്രങ്ങളിൽ കെട്ടുകയാണ് വീടുകളിലെ പതിവ്. ക്ഷേത്രങ്ങളിൽ നെൽക്കതിർ കറ്റകളും നിറയോലവും മുഹൂർത്ത സമയത്ത് മേൽശാന്തി പൂജ ചെയ്ത ശേഷമാണ് ശ്രീകോവിലിനകത്തും മറ്റും നിറയോലം കെട്ടുക. മേൽശാന്തി പൂജിച്ച നെൽക്കതിർ ക്ഷേത്രങ്ങളിൽ നിന്ന് സ്വീകരിച്ച് വീടുകളിൽ എത്തിക്കുന്ന പതിവിലേക്ക് വീടുകളിലെ നിറയുത്സവം ഇന്ന് മാറിയിട്ടുണ്ട്. നാടിന്റെ ജൈവവൈവിധ്യ സമ്പന്നതയുടെയും കാർഷിക സമൃദ്ധിയുടെയും ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് നിറയുത്സവം. 3 ഡോട്ട്സ് മീഡിയ, പയ്യന്നൂർ.